ലീഗ് അക്രമത്തിൽ പരിക്കേറ്റ് ചികിത്സയിലിരിക്കെ മരിച്ച സിപിഎം പ്രവർത്തകൻ വള്ളേരി മോഹനനെ അധിക്ഷേപിച്ച് മുസ്ലിം ലീഗ്. കടന്നിൽ കുത്തേറ്റതാണോ മരണകാരണമെന്ന് പരിശോധിക്കണമെന്നായിരുന്നു ലീഗ് കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് അബ്ദുൽ കരീം ചേലേരിയുടെ അധിക്ഷേപം. ഇതേറ്റെടുത്ത് ലീഗ് അണികളും സമൂഹമാധ്യമങ്ങളിൽ അധിക്ഷേപ പോസ്റ്റുകളുമായി രംഗത്തെത്തി. ലീഗ് അക്രമി സംഘം തലവെട്ടിപ്പിളർന്നു മരിച്ചെന്ന് കരുതി ഉപേക്ഷിച്ചു പോയതാണ് മോഹനനെ. ദേഹമാസകലം 13-ലധികം ആഴത്തിലുള്ള വെട്ടുകളുണ്ടെന്നായിരുന്നു ആശുപത്രിയിലെ വൗണ്ട് റിപ്പോർട്ട്. ചികിത്സയുടെ ഭാഗമായി തലയിൽ മാത്രം 5 ശസ്ത്രക്രിയകൾ വേണ്ടിവന്നു. ജീവൻ തിരിച്ചു കിട്ടിയെങ്കിലും പിന്നീട് തടസ്സമില്ലാതെ സംസാരിക്കാനോ ശരിയായി എഴുന്നേറ്റ് നിൽക്കാനോ സാധിച്ചില്ല. ലീഗ് പ്രവർത്തകർ പ്രതികളായ വധക്കേസിൽ വിചാരണ ഇപ്പോഴും തുടരുകയാണ്. ഇതാണ് യാഥാർത്ഥ്യമെന്നിരിക്കെ അധിക്ഷേപവും അപവാദ പ്രചരണവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് മുസ്ലിം ലീഗ്. മരിച്ചാലും വെറുതെ വിടില്ലെന്ന നിലപാട്. മനസ്സിലാക്കിയ കാര്യത്തിൽ പ്രശ്നമൊന്നുമില്ല. അദ്ദേഹത്തിന് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് കടന്നൽ കുത്തേറ്റിട്ടുണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നുണ്ട്. അതേ തുടർന്ന് അദ്ദേഹം പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു എന്ന് അറിയുന്നുണ്ട്. അത് കഴിഞ്ഞ് അദ്ദേഹത്തെ AKG ആശുപത്രിയിലേക്ക് മാറ്റപ്പെട്ടിട്ടുണ്ട് എന്ന് കേൾക്കുന്നുണ്ട്. ഇതൊക്കെ ഞങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന വസ്തുക്കളാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഞങ്ങളൊക്കെ അത് പരിശോധിക്കുമല്ലോ. അരിയിലിൽ മുസ്ലിം ലീഗ് ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയ അക്രമ പരമ്പരകളുടെ ഇരകളിൽ ഒരാളായിരുന്നു വള്ളേരി മോഹനൻ. 2012 ഫെബ്രുവരി 18 ആദ്യം ആക്രമിക്കപ്പെട്ടത് CPIM പ്രവർത്തകനും ദേശാഭിമാനി വിതരണക്കാരനുമായിരുന്ന കുന്നൂൽ രാജൻ. പിന്നാലെ CPIM പ്രവർത്തകരുടെ വീടുകൾക്ക് നേരെയും കടകൾക്ക് നേരെയും ആക്രമണമുണ്ടായി. തകർക്കപ്പെട്ട വീടുകൾ സന്ദർശിക്കാൻ പോയ CPIM ജില്ലാ സെക്രട്ടറിയായിരുന്ന P ജയരാജനും സംസ്ഥാന സമിതി അംഗം TV രാജേഷും അടക്കമുള്ള നേതാക്കളും ആക്രമിക്കപ്പെട്ടു. തൊട്ടടുത്ത ദിവസമായിരുന്നു വള്ളേരി മോഹനനെ വീട്ടിൽ നിന്നും പിടിച്ചുകൊണ്ടുപോയി വെട്ടിവീഴ്ത്തി കുറ്റിക്കാട്ടിൽ ഉപേക്ഷിച്ചത്. കൈരളി ന്യൂസ്, കണ്ണൂർ.